അല്ലാഹു പറയുന്നു ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വാദിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. നാളുകൾ പറയും രോഗം മാറ്റി തന്ന വലിയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങൾ നീക്കി തന്നത് വലിയാണ്. ഒരു ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞൊരു സംഭവം, അദ്ദേഹം ഒരു നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ജാറമുണ്ട്. ആ ജാറത്തിന് മുകളിൽ അതാ വലിയ ഒരു ഇടി കൊണ്ടിരിക്കും, ഇടിത്തിയേറ്റ് അത് തകർന്ന് പൊളിഞ്ഞു കിടക്കാൻ. അപ്പൊ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇത്ര വലിയ ഇടിത്തിയേറ്റതിന് ശേഷവും ഈ ജാറം, ഈ മക്ബറ അതിന്റെ അരികിൽ വന്ന് ആരാധിക്കുന്നത് ഒഴിവാക്കാത്തത്? അയാൾക്ക് എന്തെങ്കിലും ഒന്നിന് സാധിക്കുമായിരുന്നെങ്കിൽ അല്ല ഈ ജാറത്തിന്റെ മുകളിൽ തന്നെ ഇടുത്തി വരുന്നത് തടയുമായിരുന്നല്ലോ. അല്ലെ, നമ്മളെ നാട്ടിൽ ചിലപ്പോൾ റോഡ് വക്കിലൊക്കെ വല്ല ജാറുണ്ടാവും, എത്രയോ തവണ ചിലപ്പോൾ വണ്ടി അതിന്റെ മേലെ തന്നെ ഇടിക്കുക, അത് പൊളിഞ്ഞു, അത് ശരിയാക്കലിന്റെ പരിപാടി. അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിയുമായിരുന്നെങ്കിൽ, പ്രയാസം തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പ്രയാസം അയാൾ തടുക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടുകാരോട് ഇത് പറഞ്ഞു, പക്ഷെ അവർ പറഞ്ഞത് അത് വലിയന്റെ കാരുണ്യം കൊണ്ടാണ്. ഈ നാട്ടിലുള്ള മറ്റു വീടുകളെ ഒന്നും ബാധിക്കാതെ വലിയ എന്ത് ചെയ്തു, ഈ ഇടുത്തി തന്റെ ജാറത്തിലേക്ക് തന്നെ പതിപ്പിച്ചതാണ്. നോക്ക് നിങ്ങൾ, ശൈത്താൻ എങ്ങനെയാണ് ആളുകളെ വഴിവെപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവർ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഇടുത്തി പൂർണ്ണമായി തടഞ്ഞുകൂടായിരുന്നു? എന്തിനാ അവനാന്റെ തലക്കനെ വലിച്ചു കയറ്റുന്നു? ഒരാളെ ഇന്നേത്ത് കാക്കാതിരുന്നൂടെ? നിങ്ങൾ അല്ലാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് വാദിക്കുന്ന ആളുകൾ ആരാകട്ടെ അവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. فلا يملكون كشف الضر عنكم ولا تحويله. فلا يملكون, അവർക്ക് സാധിക്കുകയില്ല, അവർ ഉടമപ്പെടുത്തുന്നില്ല, അവർക്ക് കഴിയുകയില്ല. മുഹൈദ്ദീൻ ഷെയ്ഖിന് സാധിക്കില്ല, ജീലാനിക്ക് സാധിക്കുകയില്ല, ഒരു വലിയനും സാധിക്കുകയില്ല, ഒരു നബിക്കും സാധിക്കുകയില്ല, ഒരു മലക്കിനും സാധിക്കുകയില്ല, ഒരു ജിന്നിനും കഴിയുകയില്ല. ഫലാ യംലികൂൻ, അവർക്ക് സാധിക്കുകയില്ല. കശ്ഫ ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് പ്രയാസം എടുത്തു നീക്കാൻ, അത് പൂർണ്ണമായി മാറ്റിത്തരാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ വാക്കാണ്, ഒരാൾക്കും കഴിയില്ല. ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും, നിങ്ങളെ ബാധിച്ച ദുർ എന്ന് പറഞ്ഞാൽ പ്രയാസം, കശ്ഫ് എന്ന് പറഞ്ഞാൽ പ്രയാസം നീക്കുക, അത് ഒഴിവാക്കുക, പൂർണ്ണമായി മായ്ച്ചു കളയുക. അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസം എടുത്തു നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ആരെ വിളിച്ചാൽ ശരി, നിങ്ങളുടെ പ്രയാസം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി നീക്കുന്നത് പോകട്ടെ, വലാ തഹ്വീല, നിങ്ങളെ ബാധിച്ച പ്രയാസം നിങ്ങളിൽ നിന്ന് മാറ്റി മറ്റൊരാളിലേക്ക് മാറ്റാൻ, മറ്റൊരാളിലേക്ക് അത് സ്ഥാപിക്കാനും അവർക്ക് സാധിക്കുകയില്ല. മുഴുവനായിട്ട് ഇല്ലാതാക്കണ്ട, ആ പ്രശ്നം നിങ്ങളെ തലയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ആളെ തലയ്ക്ക് ഇട്ടുകൊടുക്കാൻ അയാൾക്ക് സാധിക്കുമോ? വലാ തഹ്വീല, തഹ്വീലിനും അവർക്ക് സാധിക്കില്ല. തഹ്വീൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെ പനിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വേണ്ടി ദുആ ചെയ്തു അള്ളാഹുവിനോട്. അങ്ങനെ മദീനയിലുണ്ടായിരുന്ന ആ പനി ജുഹ്ഫ എന്ന പ്രദേശത്തേക്ക് അള്ളാഹു മാറ്റി. പൂർണ്ണമായി നീക്കിയില്ല, മറിച്ച് ആ പ്രയാസത്തെ അള്ളാഹു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ഇത് രണ്ടും നിങ്ങളുടെ ആളുകൾക്ക് സാധിക്കുകയില്ല. രോഗം ബാധിച്ചാൽ അവന്റെ രോഗം അവനിൽ നിന്ന് നീക്കാനോ അതല്ലെങ്കിൽ ആ രോഗത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കാനോ നിങ്ങൾ ദുആ ചെയ്യുന്ന ഒരാൾക്കും സാധിക്കുകയില്ല. ഉലൈകല്ലദീന യദ്ഊൻ, അല്ലാഹു എന്നിട്ട് പറയാൻ, ഉലൈകല്ലദീന യദ്ഊൻ, അവർ ഈ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹു ആരാധിച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞത് ഉലൈകല്ലദീന യദ്ഊൻ, ഇവർ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ. എന്നെന്ത് മനസ്സിലായി? വിളിച്ചു ദുആ ചെയ്യുക എന്നത് ഇബാദത്താണ്. ഉലൈകല്ലദീന യദ്ഊൻ, ഈ വിളിച്ചു ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ആരാധ്യന്മാർ, നബിമാർ, ജിന്നുകൾ, സാലിഹീങ്ങൾ, മലക്കുകൾ. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ ഈ വിളിച്ചു ദുആ ചെയ്യുന്ന വലിയകൾ, നബിമാർ,
യബ്തഗൂൻ അവരന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് അൽ വസീലത വസീല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വസീല എന്ന് പറഞ്ഞാൽ താഅ നന്മ എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ ഖുർബ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യം. അതാണ് വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതിന് തെളിവാകുന്ന അറബി കവിതകളും മറ്റുമൊക്കെ ഉണ്ട്. വസീല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അൽ ഖുർബ അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന കാര്യം, നിന്നെ ഖരീബാക്കുന്ന കാര്യം. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല അവരാരെയാണോ വിളിച്ചു ദുആ ചെയ്യുന്നത് അവർ അല്ലാഹുവിലേക്ക് അടുപ്പം തേടിക്കൊണ്ടിരിക്കുകയാണ്. മുഹൈദ്ദീൻ ഷെയ്ഖും ജീലാനിയും അലിയുകളും ഔലിയാക്കന്മാരും ഇമാമിങ്ങളും സാലിഹീങ്ങളും നബിമാരും അവരെല്ലാം എന്താണ് ചെയ്തത്? അല്ലാഹുവിലേക്ക് സാമീപ്യം തേടാൻ അവർ പണിയെടുക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിക്കുകയാണ്. അവിടുത്തെ കാലിൽ നീര് കെട്ടുന്നത് വരെ അവിടുന്ന് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നതല്ലയോ? എന്താണ് അവിടുന്ന് പറഞ്ഞത്? അഫലാ അകൂൻ അബ്ദൻ ഷകൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവിടുന്ന് വഫാത്താകുമ്പോൾ പറഞ്ഞു ഫിർ റഫീഖിൽ അഅല ഉന്നതരായ കൂട്ടുകാരോടൊപ്പം. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അവർ അല്ലാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മുഖാതിൽ ഇബ്നു സുലൈമാൻ അദ്ദേഹം പറഞ്ഞു അൽ വസീല ത്വാഅതുഹു ബിൽ അമൽ സാലിഹ് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ് വസീല. പല ആൾക്കാരും തവസ്സുൽ എന്ന് പറഞ്ഞു ദുർവ്യാഖ്യാനിക്കാറുള്ള ആയത്താണ്. അവർ തന്നെയും അള്ളാഹുവിനോട് സാമീപ്യം തേടുന്നത്. എങ്ങനെ സാമീപ്യം തേടുന്നത്? നന്മകൾ ചെയ്തുകൊണ്ട്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു തഖറബു ഇലൈഹി ബിതാഅതിഹി വൽ അമലി ബിമാ യുർദിഹി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പം തേടുകയാണ് അവർ ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇവരാരെയാണോ ആരാധിച്ചത് ആ ആരാധിക്കപ്പെട്ട വസ്തുക്കൾ ആരാധിക്കപ്പെട്ടവർ അവർ തന്നെയും അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യുഹും അഖറബ് അവരെല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിൽ ആരാണ് ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തത്? അയ്യുഹും അഖറബ് അവർക്കിടയിൽ തന്നെ മത്സരമുണ്ട് മുന്നിലെത്താൻ വേണ്ടി. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹ് അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അവന്റെ ശിക്ഷ പേടിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ നിന്റെ റബ്ബിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഭയക്കേണ്ട കാര്യമാണ്. ഈ ആയത്തിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം ഇതാണ്. നിങ്ങളുടെ പ്രയാസം നീക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും നന്മകൾ ലഭിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ആരിലേക്കാണോ അഭയം തേടി പോകുന്നത് അവൻ ആരാണ്? അവൻ നിങ്ങളുടെ ഇലാഹാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ ആയത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാടാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? ഖുൽ ഇദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനി ലാ യംലികൂന കശ്ഫ അദ്ദുരി അൻകും വലാ തഹ്വീല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരൊന്നും നിങ്ങൾക്ക് പ്രയാസം നീക്കിത്തരില്ല. ഇപ്പൊ പ്രയാസം നീക്കാൻ വേണ്ടി നിങ്ങൾ ആരെയാണോ അഭയം തേടുന്നത് അവൻ ആരാണ്? നിങ്ങളുടെ ഇലാഹാണ്. ഒരാൾ അവന്റെ ഭാര്യ പിന്നെ പ്രസവത്തിന്റെ റൂമിലേക്ക് കയറ്റിയിരിക്കുന്നു. അയാൾ പുറത്ത് നിൽക്കാൻ അയാൾ പറയും, ഡോക്ടർ പറയും പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാം. ആ സന്ദർഭത്തിൽ നിന്റെ ഭാര്യയെ ജീവനോടെ തിരിച്ചു കിട്ടാൻ, പ്രസവം നല്ല രൂപത്തിൽ നടക്കാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ ആരെയാണോ നീ അഭയമായി കാണുന്നത് അവനാണ് നിന്റെ ഇലാഹ്. അവനാണ് നിന്റെ ഇലാഹ്. നീ മുഹദ്ദി ഷേഖേ കാക്കണേ, മുദ്ദി ഷേഖേ കാക്കണേ, മുദ്ദി ഷേഖേ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മുഹീദ്ദീൻ ഷേഖ് നിന്റെ ഇലാഹാണ്. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, നീ എന്തൊക്കെ അതിന് പേരിട്ടാൽ, നീ ഓടിപ്പോയി തൊട്ടടുത്തുള്ള ജാറത്തിൽ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ആ ജാറത്തിലെ വെള്ളം കൊണ്ടുപോയി പിന്നെ നിന്റെ ഭാര്യയെ കുടിപ്പിച്ച് ഇത് കുടിച്ചോ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് നീ ആ വെള്ളത്തിൽ അഭയം തേടിയാൽ, ആ ജാറത്തിലെ വലിയന്റെ മേൽ അഭയം തേടിയാൽ ആ ജാറത്തിലെ വലിയ നിന്റെ ഇലാഹാൻ. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ. എന്തുകൊണ്ട്? ഈ ആയത്താണ് വെച്ചാൽ
ഖുൽ ഇദ്ഉ അല്ലദീന ജഅംതും മിൻ ദൂനി ലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്വീല. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവർ അവർ അഭയമായി കാണേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് ഈ ആയത്ത്.